ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഐഫോണിലുള്ള കുറേ ബാക്കപ്സ്, അതായത് നമ്മുടെ ഫോട്ടോസ്, അതുപോലെ നമ്മുടെ കോണ്ടാക്ട്സ്, നമുക്ക് വേണ്ട മറ്റു കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് നമ്മൾ ഐക്ലൗഡിലേക്ക് ബാക്കപ്പ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിനായി നമ്മൾ ഐഫോൺ സെറ്റിങ്സിൽ പോകുമ്പോൾ ഇവിടെ ഏറ്റവും മുകളിലായി ഒരു പ്രൊഫൈൽ ഐക്കൺ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പേജാണ് ഇവിടെ ലഭിക്കുന്നത്. ഇതിൽ iCloud എന്നൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ iCloudൽ എത്ര കപ്പാസിറ്റി ഉണ്ട് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. 5 GB കപ്പാസിറ്റിയാണ് ഇപ്പോൾ എൻ്റെ iCloudൽ ഉള്ളത്. അതായത് ഏതൊരു iCloud ID ഉള്ളവർക്കും ഫ്രീ ആയി കിട്ടുന്ന കപ്പാസിറ്റിയാണ് 5 GB എന്ന് പറയുന്നത്. ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനെല്ലാം സാധിക്കും. അതായത് കൂടുതൽ സ്പേസ് എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പേയ്മെൻ്റ് എല്ലാം കൊടുത്ത് നിങ്ങൾക്ക് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ ഈ 5 GB എത്ര യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. 2.8 GB ഇപ്പോൾ നമ്മൾ ഈ ഒരു 5 GB യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ബാക്കപ്പ് ചെയ്യുന്നത്, ഏതെല്ലാം ഓപ്ഷൻസ് നമുക്ക് ഐക്ലൗഡിലേക്ക് ബാക്കപ്പ് ചെയ്യാൻ പറ്റും, ഇതിനെക്കുറിച്ചെല്ലാം നോക്കാം. ഇതിനായി നമുക്ക് ഇവിടെ ആപ്സ് യൂസിങ് ഐക്ലൗഡ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഷോ ഓൾ എന്നത് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഞാൻ ഇപ്പോൾ കോണ്ടാക്ട്സ്, കലണ്ടർ, റിമൈൻഡേഴ്സ്, അതുപോലെ ഫ്രീ ഫോം ഇതെല്ലാം എനേബിൾ ചെയ്ത് വച്ചിട്ടുണ്ട്. അതായത് കോണ്ടാക്ട്സ് ഇപ്പോൾ എൻ്റെ ഐക്ലൗഡിലേക്ക് എനിക്ക് ബാക്കപ്പ് ചെയ്യാം, കലണ്ടർ വേണമെങ്കിൽ എനിക്ക് ബാക്കപ്പ് ചെയ്യാം, റിമൈൻഡേഴ്സ് വേണമെങ്കിൽ എനിക്ക് ബാക്കപ്പ് ചെയ്യാം. ഇങ്ങനെ ഫോട്ടോസ് എല്ലാം വേണ്ടവർക്ക് ഈ ഫോട്ടോസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇത് ഓൺ ചെയ്ത് വയ്ക്കുക. ഇത്തരത്തിൽ ഇത് ടേൺ ഓൺ ചെയ്താൽ മാത്രമാണ് ഈ ഫോട്ടോസ് എല്ലാം നമ്മുടെ ഐക്ലൗഡിലേക്ക് ട്രാൻസ്ഫർ ആവുക. അതുപോലെ നമുക്ക് ഏതെല്ലാം ഓപ്ഷൻസ് ആണ് നമുക്ക് ബാക്കപ്പ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഓൺ ചെയ്ത് വയ്ക്കാം. മറ്റു ആപ്ലിക്കേഷൻസ് എല്ലാം വേണമെങ്കിൽ അതും ഓൺ ചെയ്ത് വയ്ക്കാം. നിലവിൽ എനിക്ക് വേണ്ട ഈ ഓപ്ഷൻസ് മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ബാക്കപ്പ് എല്ലാം ഐക്ലൗഡിലേക്ക് വേണമെങ്കിൽ ഇതുപോലെ വാട്സപ്പ് എന്നത് ഇവിടെ ഓൺ ചെയ്ത് വയ്ക്കാം. എന്നാൽ വാട്സപ്പ് ഞാൻ ഇതിൽ ഓൺ ചെയ്ത് വയ്ക്കുന്നില്ല, അതിനാൽ തന്നെ ഞാൻ ഇത് ഡിസേബിൾ ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഫോണിൽ ലഭിക്കുന്ന ഓപ്ഷൻസിൽ നിങ്ങൾക്ക് എന്തെല്ലാമാണ് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യേണ്ടത്, അത് ഐക്ലൗഡിലേക്ക് സിങ്കർണൈസ് ചെയ്യേണ്ടത്, അതെല്ലാം ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ഇതിനു ശേഷം എങ്ങനെയാണ് നമുക്ക് ഇത് ബാക്കപ്പ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിന് ഇവിടെ താഴെയായി ഐക്ലൗഡ് ബാക്കപ്പ് ഓൺ എന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇവിടെ ഐക്ലൗഡ് ബാക്കപ്പ് ഓൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കപ്പ് ഓവർ മൊബൈൽ ഡാറ്റ എന്നത് ഓൺ ചെയ്ത് വച്ചിട്ടുണ്ട്. അതായത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് വൈഫൈ ഒന്നും അവൈലബിൾ അല്ല എങ്കിൽ നമ്മുടെ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്തും നമുക്ക് ബാക്കപ്പ് എല്ലാം ചെയ്യാൻ സാധിക്കും. എന്നാൽ നല്ല സ്പീഡുള്ള മൊബൈൽ ഡാറ്റ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ബാക്കപ്പ് എല്ലാം ചെയ്യാൻ സാധിക്കുക. ഇനി നമുക്കിവിടെ ബാക്കപ്പ് നൗ എന്നൊരു ഓപ്ഷൻ ഇതിന് താഴെ കിട്ടും. ഇതിലാണ് നമ്മൾ പോകേണ്ടത്. അതായത് നമ്മൾ ഏതെല്ലാം ഓപ്ഷൻസ് ആണ് നമുക്ക് ബാക്കപ്പ് ചെയ്യേണ്ടത് എന്ന് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. കോണ്ടാക്ട്സ്, കലണ്ടർ, റിമൈൻഡേഴ്സ്, ഫ്രീ ഫോം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ബാക്കപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഐക്ലൗഡ് ബാക്കപ്പ് എന്നതിൽ പോയതിനു ശേഷം ഇവിടെ ബാക്കപ്പ് നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഒരു മെസ്സേജ് കാണിക്കുന്നുണ്ട്, ഫോട്ടോസ് അതുപോലെ ആപ്പ് ഡാറ്റ ഒന്നും ബാക്കപ്പിലേക്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ആ സെറ്റിംഗ് ഓൺ ചെയ്യാത്തത് കൊണ്ടാണ് അത് ബാക്കപ്പ് ചെയ്യാത്തത്. ഞാൻ ഇത് കണ്ടിന്യൂ എന്ന് കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ബാക്കപ്പ് ചെയ്യുന്നത് കാണാം. അതായത് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സ് മാത്രം ഐക്ലൗഡിലേക്ക് ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ബാക്കപ്പ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം, ഇത്തരത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ഐക്ലൗഡിലേക്ക് നമ്മൾ ബാക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഐഫോൺ ഇത് നമ്മൾ വിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ ഇതുപോലെ ബാക്കപ്പ് എല്ലാം ചെയ്ത് നിങ്ങൾക്ക് പുതിയ ഒരു ഐഫോൺ വാങ്ങുമ്പോൾ നിങ്ങളുടെ ID പാസ്വേഡ് എല്ലാം കൊടുത്ത് അതിൽ ലോഗിൻ ചെയ്ത് ഐക്ലൗഡ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐക്ലൗഡിൽ നിന്നും ഇതുപോലെ നിങ്ങൾ നേരത്തെ ബാക്കപ്പ് ചെയ്ത് വച്ച എല്ലാ ഇൻഫർമേഷനും നിങ്ങളുടെ പുതിയ ഐഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്